രാഹുൽ ഗാന്ധിക്ക് ചെങ്കോട്ടയിൽ പിന്നിലിരിപ്പിടം നൽകിയെന്ന് ആക്ഷേപം. കേന്ദ്രമന്ത്രിമാർക്കും വിശിഷ്ടാതിഥികൾക്കും പിന്നിൽ സീറ്റ് നൽകിയെന്നാണ് ആരോപണം. ഒളിമ്പിക്സ് കായിക താരങ്ങൾക്ക് ഇരിപ്പിടം ഒരുക്കാനായിട്ടാണ് അങ്ങനെ ക്രമീകരിച്ചതെന്നാണ് ഔദ്യോഗിക വിശദീകരണം. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ബിനിരാജാണ് ചേരുന്നത്. ബിനിരാജ്, പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി. ഇപ്പോൾ സീറ്റ് പിന്നിൽ നൽകിയെന്നുള്ള ആക്ഷേപം ഉയരുമ്പോൾ എങ്ങനെയാണ് വിവരങ്ങൾ? രജനി, പ്രതിപക്ഷ നേതാവായ ശേഷം രാഹുൽ ഗാന്ധി ആദ്യമായി പങ്കെടുക്കുന്ന സ്വാതന്ത്ര്യദിന ചടങ്ങായിരുന്നു ഇത്. രാഹുൽ ഗാന്ധി ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു. ഏറ്റവും പിന്നിൽ 4-ാം നിരയിലാണ് രാഹുൽ ഗാന്ധിക്ക് ഇവിടം ഒരുക്കിയത്. അവിടെ ഇരുന്ന് അദ്ദേഹം മുൻപിലുള്ള കാഴ്ചകൾ കാണാൻ പോലും പ്രയാസപ്പെടുന്നത് ദൃശ്യങ്ങളിലൊക്കെ തന്നെ കാണാമായിരുന്നു. പിന്നീട് ഇതേ തുടർന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം ഇദ്ദേഹത്തിന് ഇരിപ്പിടം നൽകിയതിലടക്കം ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് വിമർശനം ഉയരുന്നത്. 4-ാം നിരയിൽ, അത് പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രിമാർക്കും വിശിഷ്ടാതിഥികൾക്കുമൊക്കെ പിന്നിലായാണ് രാഹുൽ ഗാന്ധിക്ക് സീറ്റ് നൽകിയത്. പ്രോട്ടോകോൾ പ്രകാരം അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്, അദ്ദേഹത്തിന് ആദ്യ നിരയിൽ തന്നെ സീറ്റ് നൽകേണ്ടതാണ്. പക്ഷേ ഇങ്ങനെ 4-ാം നിരയിലാണ് അദ്ദേഹത്തെ എത്തിയത്. അപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയത്തിന്റേതായ വിശദീകരണം വരുന്നത് മറ്റ് ഉദ്ദേശങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒളിമ്പിക്സ് താരങ്ങളുണ്ട്. ആ ഒളിമ്പിക്സ് താരങ്ങൾക്ക് മുൻനിരയിൽ ഇരിപ്പിടം ഒരുക്കണമായിരുന്നു. അതിന്റെ ഭാഗമായി വന്ന ക്രമീകരണത്തിൽ സംഭവിച്ചതാണ് എന്നാണ്. പക്ഷെ പിഴവ് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളുമൊക്കെ അദ്ദേഹത്തിന് ഈ രീതിയിൽ അപമാനിച്ചു എന്ന തരത്തിലുള്ള വിമർശനം ഉയർത്തുന്നു. ശരി, ബിനിരാജ് വിവരങ്ങൾ നൽകിയത്.